സർക്കാർ ഓഫീസുകളിലെ പ്രതിവാര പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം മാറ്റി. സർവീസ് സംഘടനകളുമായി നടത്താനിരുന്ന യോഗമാണ് മാറ്റിയത്. സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, ഈ സർക്കാർ നീക്കം ചോദ്യം ചെയ്ത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണോ യോഗം മാറ്റിയത്? വിജയകുമാർ, സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നു. അതുമാത്രമല്ല, തപാൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ അപ്രതീക്ഷിതമായ ഒരു തീരുമാനം പുറത്തിറക്കിക്കുന്നത്. അതായത് സർക്കാർ ജീവനക്കാരുടെ പ്രതിവാര പ്രവൃത്തി ദിവസം ആഴ്ചയിൽ അത് 5 ദിവസമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളുടെ യോഗം വിളിക്കാൻ ചീഫ് സെക്രട്ടറി തീരുമാനിക്കുന്നു. നാളെ വൈകുന്നേരം 5 മണിക്ക് ഓൺലൈനായാണ് ഈ യോഗം നിശ്ചയിച്ചിരുന്നത്. അതിനു പിന്നാലെ തന്നെ വലിയ വിമർശനം ഈ തീരുമാനത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വന്നു. പ്രത്യേകിച്ച് NGO അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരാണ് എന്നുള്ളത് കാണിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അല്പം മുമ്പ് പൊതുഭരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തീയതി നീക്കി എന്ന ഉത്തരവ് പുറത്തിറക്കുന്നത്. പുതിയ തീയതി അറിയിച്ചിട്ടില്ല, പക്ഷെ മറ്റു കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. സർവീസ് സംഘടനകളുടെ യോഗം നാളെ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചേക്കുന്നു എന്ന് മാത്രമാണ് ഈ ഉത്തരവിലുള്ളത്. വിജയകുമാർ. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.